നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പറയാ സർ. എന്നാ വേഗം അങ്ങോട്ട് പറയൂ. ഇനി നിങ്ങളുടെ അഭ്യാസങ്ങളൊന്നും ഇവിടെ ചെലവാകില്ല. വേഗം പറയൂ. കുഞ്ഞിനെ മീനാക്ഷി കഴിക്ക്. എനിക്ക് വേണ്ട കാർത്തിയേട്ടാ, എനിക്കൊട്ടും വിശപ്പില്ല. അങ്ങനെ പറഞ്ഞ പറ്റില്ല മോളെ. മോള് നല്ലതുപോലെ ആഹാരം കഴിച്ചിട്ട് തന്നെ എത്ര ദിവസമായി. എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ തല കറങ്ങി വീഴും. അല്ല ദേ, നീ കഴിച്ചില്ലെങ്കിൽ കാർത്തിമോന് കഴിക്കാൻ പറ്റുമോ? എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ലമ്മ. എന്റെ കുഞ്ഞിന്റെ കരയുന്ന മുഖം എന്റെ മനസ്സിൽ. മോളെ, കുഞ്ഞിനെ കണ്ടെത്തണമെങ്കിൽ അതിനുള്ള ആരോഗ്യം വേണ്ടേ? എനിക്ക് നല്ല മനസ്സുണ്ടായിട്ടല്ല ഞാൻ ഈ ആഹാരം ഉണ്ടാക്കിയത്. നിന്റെ മനസ്സൊന്ന് ശരിയാവാനും നിനക്ക് ആഹാരം തരാനുമാ. നീ എന്റെ മോളല്ലേ. നീ പട്ടിണി ഇരിക്കുമ്പോ എനിക്കല്ലേ സങ്കടം. ദേവമ്മ കൂടി ഇരിക്കെ. തരാം, എന്റെ മോള് കഴിക്ക്. ഇൻസ്പെക്ടർ വിനോദ വിളിക്കുന്നത്. എന്തോ കാര്യമുണ്ടോ? ഹലോ, ഓക്കെ. താങ്ക് യു വിനോദ്, താങ്ക് യു. എന്താ കാർത്തിയേട്ടാ? പോലീസ് സ്റ്റേഷനിൽ നിന്ന് CA വിളിച്ചത്. മൈഥിലെ കിട്ടിയിട്ടുണ്ടെന്ന്. എന്റെ ദൈവമേ, മൈഥിലയിലെ കുഞ്ഞിനെ കൊണ്ടുപോയത്. അവളുടെ കയ്യിൽ കാണും വൈക. ശരി, ഞാൻ സ്റ്റേഷനിലേക്ക് പോവാ. ഞാനും വരാൻ കാർത്തിയേട്ടാ. ആ ശരി, റെഡിയാവാ. ഈശ്വരാ. ഞാൻ ചോദിക്കുന്നതിന് കൃത്യമായും സത്യസന്ധമായും ആൻസർ തന്നാൽ വളരെ സമാധാനത്തോടെ നമുക്ക് ഇവിടുന്ന് പിരിയാം. ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവും.
നിങ്ങൾ കാർത്തിക് സാറിന്റെ ഭാര്യയാണെന്നുള്ള പരിഗണനയൊന്നും ഇവിടെ നിന്ന് കിട്ടില്ല. ആർക്കും അങ്ങനെയുള്ള പരിഗണനയൊന്നും ഞാൻ കൊടുക്കാറില്ല. അതൊന്നും ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ. ഒരു സാധാരണ സ്ത്രീക്ക് കിട്ടുന്ന പരിഗണന മാത്രം കിട്ടിയാൽ മതി എനിക്ക്. സാധാരണക്കാരുടെ കോടതിയാ ഇതുപോലുള്ള പോലീസ് സ്റ്റേഷൻ. ഇതിനകത്തിരിക്കുന്നത് വിവരദോഷികളൊന്നുമല്ല. നീതി മാത്രമേ ഇവിടെ നടപ്പിലാവൂ. അതുകൊണ്ട് ഈ ചടങ്ങ് നമുക്ക് വേഗം അവസാനിപ്പിക്കാം. നിങ്ങൾ ഈ കുഞ്ഞെന്ന് എപ്പോഴും പറയുന്നുണ്ടല്ലോ, എന്നിട്ട് ആ കുഞ്ഞിനെ കാണുന്നില്ലല്ലോ. ആ കുഞ്ഞെവിടെ? ആ കുഞ്ഞ് നിങ്ങളുടെ കയ്യിലില്ലല്ലോ. അതെവിടെയെന്നാ ചോദിക്കുന്നേ? സാറിന്റെ ഈ ക്വസ്റ്റ്യന് ആൻസർ തരേണ്ട ബാധ്യത എനിക്കില്ല. വായ്. കുഞ്ഞ് എന്റേതാണ്. ഞാൻ പ്രസവിച്ചത്. ഞാൻ പ്രസവിച്ച എന്റെ കുഞ്ഞ് എവിടെയാണെന്ന് ഞാൻ നിങ്ങളോട് എന്തിനും പറയണം? നിങ്ങളുടെ മാത്രമായിരുന്നില്ലല്ലോ ആ കുഞ്ഞ്. അതിനൊരു അച്ഛനുണ്ടായിരുന്നല്ലോ. കാര്യം എനിക്ക് മനസ്സിലായി. സാറ് കാർത്തിക്കിന്റെ ആളാണല്ലേ? Shut up. ഞാനിപ്പോ ഡിപ്പാർട്ട്മെന്റിന്റെ ആളാ. അത് മാത്രം നിങ്ങൾ അറിഞ്ഞാ മതി. ആ കുഞ്ഞ് നിങ്ങളുടേത് മാത്രമല്ലല്ലോ. അതിന് മറ്റൊരു അവകാശി കൂടിയുണ്ട്, അതിന്റെ അച്ഛൻ. സാറിന് ആ കാര്യത്തിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലാന്ന് തോന്നുന്നു. കുട്ടിയെ കൈവശം വെക്കാനും സംരക്ഷിക്കാനുള്ള അവകാശം കോടതി എനിക്ക് മാത്രം വിട്ടു തന്നിട്ടുള്ളതാ. അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം ആർക്കുമില്ല. അങ്ങനെ അങ്ങ് കത്തിക്കയറി പറഞ്ഞു പോവല്ലേ മേഡം. കോടതി കുഞ്ഞിനെ നിങ്ങൾക്ക് വിട്ടുതന്നു കാണും. പക്ഷെ ആ കുഞ്ഞിന്റെ കസ്റ്റോഡിയൻ സുരക്ഷിതമാക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാനുള്ള ബാധ്യത പോലീസിനുണ്ട്. അത് നിങ്ങൾ മറന്നു കളയരുത്. ഈ ഡിസ്ട്രിക്റ്റിലെ പോലീസുകാരെയൊന്നും എനിക്കത്ര വിശ്വാസം പോരാ സർ. അതെന്താ ഈ സിറ്റിയിലെ പോലീസുകാരെല്ലാം വിശ്വാസികളല്ലാത്തത്? ഇവിടെയുള്ള എല്ലാവരും ആ കാർത്തിക്കിന്റെ ആൾക്കാരാ. അവരോടൊക്കെ എന്റെ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞാലേ അതെന്റെ കുഞ്ഞിന്റെ ജീവന് തന്നെ ആപത്താ. ഇവരുടെ കുഞ്ഞിന്റെ ജീവനിപ്പോ നമ്മളാ ഭീഷണി എന്നാ പറയുന്നത്. കാര്യങ്ങളൊക്കെ ഇത്രയായ സ്ഥിതിക്ക് ഇവരെ കൊണ്ട് നമുക്ക് സത്യം പറയിപ്പിക്കണമല്ലോ. എന്താ വേണ്ടേ? വേണം സർ. നിന്നെ കൊണ്ട് ആ കുഞ്ഞിനെ ഇവിടെ വരുത്തിക്കാൻ എനിക്കറിയാം. പറയ്, ആ കുഞ്ഞെവിടെ? പറയ്. പറയാ സർ. എന്നാ വേഗം അങ്ങോട്ട് പറയ്. ഇനി നിങ്ങളുടെ അഭ്യാസങ്ങളൊന്നും ഇവിടെ ചെലവാകില്ല. വേഗം പറയും. കുഞ്ഞിനെ പറയും. ഈ വൈശാഖിനെയും കാർത്തിക്കിനെയും അയാളുടെ ആൾക്കാരെ എല്ലാം പേടിച്ച് കുഞ്ഞിനെ ഞാനൊരാളെ വളർത്താൻ ഏൽപ്പിച്ചു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.